പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവിനെ ക്രൂശ് മരണത്തിനു വേണ്ടി വിധിക്കുന്നത് വരെയുള്ള യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളാണ് പഠനവും വിചിന്തനവും നമ്മൾ അവസാനിപ്പിച്ചത്. ഈ എപ്പിസോഡിൽ 17 മുതലുള്ള വചനഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വചനങ്ങളെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ കാൽവരിയിലെ രംഗമായിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളായി ഈ വചനഭാഗത്തെ നമ്മളൊന്ന് തരംതിരിച്ച് കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. കാൽവരിയിൽ കർത്താവ് ക്രൂശിതനാകുന്ന രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ബൈബിളിലെ മർമ്മപ്രധാനമായ വചനങ്ങളാണ് ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ 19-ന്റെ 17-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയും നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോട്ടിടം, ഹെബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വചനഭാഗം ആരംഭിക്കുന്നത് തന്നെയും. ഇതൊരു നാടകീയമായ ഒരു ആവിഷ്കാരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജീവിത യാഥാർത്ഥ്യവുമായി, പച്ചയായ ജീവിത അനുഭവമായി, പൊള്ളുന്ന യാഥാർത്ഥ്യമായി നമ്മുടെയൊക്കെയും മുമ്പിൽ കർത്താവിൻ്റെ ക്രൂശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്രയും അവൻ്റെ ക്രൂശീകരണവും മുൻപിലുണ്ട്. അവൻ തലയോട്ടിടം എന്ന് വിളിക്കപ്പെടുന്ന ഗൊൽഗോഥായിലേക്ക്, കാൽവരി മലയുടെ മുകളിലേക്കാണ് സ്വയം കുരിശും വഹിച്ചുകൊണ്ട് കയറിപ്പോയത്. അവിടെ അവർ അവനെ ക്രൂശിച്ചു എന്നാണ് യോഹന്നാൻ 19-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. കുരിശ് സ്വയം ഏറ്റുവാങ്ങി കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു കുറ്റവും ചെയ്യാതെ തന്നെയും ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ഭാരമേറിയ മരക്കുരിശും ചുമന്നെന്ന് പറഞ്ഞാൽ തന്നെ ക്രൂശിക്കാനുള്ള കുരിശ് അവൻ തന്നെയും ചുമന്ന് കയറ്റിക്കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ ക്രൂശിന്മേലാണ് അവനെ അവർ ആണികൾ തറച്ച് കൊന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനായി കർത്താവ് കുരിശിൽ മരിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനത്തിൽ നമുക്കൊക്കെ പരിചിതമായ ഒരു വചനം സ്ക്രീനിൽ നിങ്ങൾക്ക് ആ വചനം കാണാനും സാധിക്കും. 10-ാം അധ്യായം 11-ാം തിരുവചനം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും മറ്റൊന്നല്ല, അവൻ നല്ല ഇടയനാണ് എന്നതാണ്. ഇത് കേവലം ഒരു വാചക കസർത്തു മാത്രമല്ല, ഡയലോഗ് മാത്രമല്ല, പരസ്യവാചകവുമല്ല, അവൻ ജീവിച്ചതാണ് അവൻ പറഞ്ഞത്. ഞാൻ നല്ല ഇടയനാണെന്ന് പറഞ്ഞിട്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ എന്ന് പറഞ്ഞു വച്ച കർത്താവ് താൻ തന്നെയും ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയനായി മാറുകയാണിവിടെ. അതുകൊണ്ട് തന്നെയും പിതാവ് നൽകിയ കാസ അവിടുന്ന് സ്വയം ഏറ്റുവാങ്ങിയതാണെന്ന് ബന്ധിക്കപ്പെട്ടപ്പോൾ ഈശോ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം കടന്നു പോകട്ടെ എന്ന് മനുഷ്യപുത്രൻ നിലവിളിക്കുന്നുണ്ട് ഗത്സമനയിൽ. എന്നിട്ട് ദൈവപുത്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പക്ഷേ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ. ദൈവഹിതത്തിനു വേണ്ടി പൂർണ്ണമായും കീഴ്വഴങ്ങുന്നവനാണ് കർത്താവ് എന്നുള്ളത് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവൻ സ്വയം ഏറ്റുവാങ്ങിയതാണ് ഈ കുരിശുമരണം എന്നുള്ളത്. തൻ്റെ വാളൂരി പുരോഹിത ഭൃത്യനെ വെട്ടിയ പത്രോസിനോട് തന്നെയും ഈശോ പറയുന്നുണ്ട്, വാൾ ഉറയിലിടുക.
പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന 18-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആ കുരിശ് അവൻ സ്വയം ഏറ്റെടുത്തതാണ്, ആരെങ്കിലും അവൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തതല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. കുരിശ്, സഹനം ഏറ്റെടുത്തവനാണ് അവിടുന്ന്. നമ്മുടെ വഴികളിലേക്ക് കടന്നു വരുന്ന ത്യാഗങ്ങളെയും സഹനങ്ങളെയും കുരിശുകളായി കണ്ട് ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ക്രൂശിതനോടൊപ്പം കുരിശു വഹിച്ച് പോകുന്നവരാകും ഞാനും നിങ്ങളുമൊക്കെ. സ്വന്തം കുരിശ് ഏറ്റുവാങ്ങി കാൽവരിയിലേക്ക് പോകുന്ന ഈശോയെ സഭാപിതാക്കന്മാർ പഴയ നിയമത്തിൽ ഇസഹാക്കിനോട് ഉപമിക്കുന്നുണ്ട്. മനോഹരമായ ഒരു ഉപമയാണ് കേട്ടോ അത്. എന്താണെന്നറിയാവോ? തൻ്റെ ഏകപുത്രനായ ഇസഹാക്കിന് ദഹനബലിയായി അർപ്പിക്കണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് അബ്രാഹം മോറിയ മലയിലേക്ക് ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗം വളരെ മനോഹരമായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ നാടകീയതയുള്ള ഒരു രംഗമാണ് കേട്ടോ അത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം മുതലുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ വചനഭാഗം എത്ര മനോഹരമായിട്ടാണ് കർത്താവുമായി ഇസഹാക്കിന് നമുക്കിവിടെ താരതമ്യം ചെയ്യപ്പെടാൻ സാധിക്കും വിധം താൻ മരിക്കാൻ പോകുന്ന വസ്തുവും ഏറ്റിക്കൊണ്ടു പോകുന്നതായി ചിത്രീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ, രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവമായ പിതാവ് യഹോവ ദൈവം അബ്രാഹത്തോട് പറയാണ്, നിന്റെ ഏകജാതനായ കൗമാരക്കാരനായ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ മലയിലേക്ക് പോയി അവിടെ നീ എനിക്ക് അവനെ ദഹനബലിയായി അർപ്പിക്കണം. ഇതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ അബ്രാഹത്തിനെ വിളിക്കുമ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുന്നുണ്ട്, നീ നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം. അപ്രകാരം വിശ്വസ്തയോടുകൂടെ നീ അവിടെ ജീവിക്കുമ്പോൾ നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ സന്താന സൗഭാഗ്യമുള്ളവനാക്കി ഞാൻ നിന്നെ വളർത്തും. എത്ര മനോഹരമായ വാക്യങ്ങൾ നോക്കിക്കേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ മക്കളെ നൽകുമെന്ന് പറഞ്ഞിട്ട് അവസാനം വൃദ്ധരായ അബ്രാഹത്തിനും സാറയ്ക്കും ദൈവം ഒരേ ഒരു മകനെ മാത്രമേ കൊടുത്തുള്ളൂ, ഇസഹാക്ക്. ആ ഇസഹാക്കിനെയാണ് കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ വലിയ സ്നേഹത്തോടുകൂടെ വളർത്തിക്കൊണ്ടുവരുന്ന സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെടുക. ആ ആവശ്യത്തിന് മുൻപിൽ അബ്രാഹം സംശയിച്ചില്ലെന്നും അവൻ ഞെട്ടിയില്ല എന്നും പ്രഭാതത്തിൽ തന്നെ ഉറക്കമുണർന്ന് മകനെയും കൂട്ടി അവൻ ബലിയർപ്പിക്കാനായി മോറിയ മലയിലേക്ക് പോകുന്ന രംഗം എത്ര മനോഹരമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 6-ാം തിരുവചനം ഇപ്രകാരമാണ്: അബ്രാഹം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു, തീയും കത്തിയും അവൻ തന്നെ എടുത്തു, അവർ ഒരുമിച്ച് മുന്നോട്ട് നടന്നു. നോക്കിക്കേ, കൗമാരപ്രായക്കാരനായ സ്വന്തം മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ബലിയർപ്പിക്കാനുള്ള ബലിപീഠം നിർമ്മിക്കുന്നതിനായുള്ള വിറക് എടുത്ത് അപ്പൻ മകൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക. മകൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തിട്ട് തീയും കത്തിയും എടുത്ത് അബ്രാഹം കൂടെ നടക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ. സ്വന്തം മകനെ ദൈവകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരപ്പൻ്റെ ഹൃദയവികാരം എന്താ? ബലിയർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബലിപീഠം നിർമ്മിക്കാനാണ് വിറക് കൊണ്ടുപോകുന്നത്. ആ വിറക് അർപ്പിക്കപ്പെടാൻ പോകുന്ന മകൻ്റെ തന്നെ ചുമലിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ആ മകൻ ആ വിറക് കെട്ടുമായിട്ട് നടന്നു നീങ്ങുക അപ്പൻ്റെ കൂടെ. തൻ്റെ ബലിക്കായുള്ള വിറക് ചുമലിൽ വഹിക്കുന്ന ഇസഹാക്ക് തൻ്റെ ബലിവേദിയായ കുരിശ് ചുമലിൽ വഹിക്കുന്ന ഈശോയുടെ മുൻസൂചനയായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയും മനുഷ്യപുത്രനായ യേശു കർത്താവിൻ്റെ മരണം എപ്രകാരമായിരിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകുന്ന വചനഭാഗങ്ങളായി ഇസഹാക്ക് വിറകും ചുമന്നുകൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോൾ, ഇവിടെ കർത്താവ് കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മല ചവിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം മനുഷ്യകുലത്തോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനെ ബലിയർപ്പിച്ചുകൊണ്ടാണ് എന്ന് എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ
പോപ്പുലറായിട്ടുള്ള ഒരു വചനം എഴുതി വച്ചിരിക്കുന്നത്? ഇത് ഈശോ കുരിശിൽ പൂർത്തിയാക്കിയ ജീവിത ബലിയർപ്പണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകവും ദൈവശാസ്ത്രപരവുമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ 5 വ്യത്യസ്ത രംഗങ്ങളാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പഠനത്തിൻ്റെ സൗകര്യത്തിനു വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. 5 രംഗങ്ങളിലൂടെയാണ് നമ്മൾ ഈ വചനഭാഗങ്ങളെ, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വചനഭാഗങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. 5 വ്യത്യസ്ത രംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ രംഗങ്ങളൊക്കെയും 1, 2, 3, 4, 5 എന്നിങ്ങനെ ഞാൻ നമ്പർ കൊടുത്ത് എഴുതിയിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ എഴുതിയെടുത്തോണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ രംഗം കുരിശിലെ ശീർഷകത്തെക്കുറിച്ചുള്ള സംവാദമാണ്. 19-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് കർത്താവിനെ കുരിശിൽ തറക്കുന്ന ശീർഷകം, മുകളിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളെക്കുറിച്ചുള്ള ഒരു സംവാദം നടക്കുന്നത്. രണ്ടാമത്തെ രംഗം എന്ന് പറയുന്നത് 22 മുതൽ 25a വരെയുള്ള ഭാഗമാണ്. അവിടെ തുന്നലില്ലാത്ത അങ്കിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന രംഗമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് പരിശുദ്ധ മറിയവും ഈശോ സ്നേഹിച്ച ശിഷ്യനും കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഭാഗം കർത്താവ് തന്നെയും പറയുന്നു 25b മുതൽ 27 വരെയുള്ള ഭാഗത്ത്. നാലാമതായി കർത്താവ് ആത്മാവിനെ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങളാണ് 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് അവസാനമായി 5-ാമത്തേത് പാർശ്വം പിളർക്കപ്പെടുന്ന കർത്താവിനെക്കുറിച്ച് 31 മുതൽ 37 വരെയുള്ള വചനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. ഇപ്രകാരം 5 രംഗങ്ങളായിട്ടാണ് കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്ന് പഠനത്തിൻ്റെ ഒരു സൗകര്യത്തിനു വേണ്ടി നമ്മൾ വ്യത്യസ്തമായ രംഗങ്ങളിലൂടെ കാണാനായി ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വചനഭാഗമാണ്. അവിടെയാണ് കുരിശിലെ എഴുതി വെക്കുന്ന ശീർഷകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവാദം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ വചനഭാഗം നിങ്ങൾക്കായി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കൂടെ വായിക്കണേ. 19 മുതൽ 22 വരെയുള്ള വചനഭാഗം. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വച്ചു. അതിങ്ങനെയായിരുന്നു: നസറായനായ യേശു, യൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹീബ്രുവിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പ്രധാന പുരോഹിതന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 19, 20, 21, 22 വാക്യങ്ങൾ ക്രൂശിന് മുകളിൽ വെക്കുന്ന ശീർഷകം എന്തായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു സംവാദമുണ്ടാവുകയാണ്. കുരിശിൽ തറച്ച് കൊല്ലപ്പെടുന്ന കുറ്റവാളിയുടെ കുരിശിൽ അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം എഴുതി പ്രദർശിപ്പിക്കുന്ന ഒരു പതിവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ പാലസ്തീനായിൽ, റോമായുടെ കോളനിയായിരുന്ന പാലസ്തീനായിൽ നിലവിലുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിൻ പ്രകാരമാണ് പീലാത്തോസ് ഇപ്രകാരം ഒരു ശീർഷകം എഴുതി വെച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിൻ മുകളിൽ വെച്ചു. അത് ഇങ്ങനെയായിരുന്നു. 19, 20 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വചനം സ്ക്രീനിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വാക്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: ഈശോ യൂദന്മാരുടെ രാജാവ്. INRI. ഈശോ യൂദന്മാരുടെ രാജാവ് എന്ന് ഹെബ്രായ ഭാഷയിലും ഹീബ്രു ഭാഷയിലും ലാറ്റിൻ ഭാഷയിലും
ഗ്രീക്ക് ഭാഷയിലും എഴുതി വയ്ക്കപ്പെട്ടിരുന്നു എന്നാണ് 19ഉം 20ഉം വാക്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈശോയുടെ രാജത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. ഈശോ യൂതന്മാരുടെ രാജാവ് എന്ന് പീലാത്തോസ് എഴുതി വെച്ച ശീർഷകം വ്യക്തമായും കർത്താവിൻ്റെ രാജത്വത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രിയ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. രാജത്വം അവകാശപ്പെട്ടതിൻ്റെ പേരിലാണ് ഈശോ മരണത്തിന് വിധിക്കപ്പെട്ടത് എന്നും നമുക്കറിയാമല്ലോ. നമ്മൾ പഠിച്ച കാര്യമാണ്. താങ്കൾ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ ഈശോ ഇങ്ങനെയാണ് മറുപടി നൽകിയത്: നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. എന്നിട്ട് അവൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനത്തിൽ നമ്മൾ പഠിച്ച വചനഭാഗമാണത്. സഹോദരങ്ങളെ, തൻ്റെ രാജത്വം അംഗീകരിച്ചുകൊണ്ടും വിശദമാക്കിക്കൊണ്ടുമാണ് ഈശോ പീലാത്തോസിന് മറുപടി നൽകിയത് എന്ന് മനസ്സിലാക്കാം. ഈ രാജത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യബോധത്തോടുകൂടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. 3 ഭാഷകളിലാണ് കർത്താവിനെ ക്രൂശിച്ച ആ കുരിശിൻ്റെ മുകളിൽ ശീർഷകം എഴുതി വെച്ചത് എന്നതാണ് ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹെബ്രായ, ലത്തീൻ, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിൽ അവ എഴുതപ്പെട്ടിരുന്നു എന്ന് എടുത്തു പറയുന്നത് വഴിയായി ഈശോയുടെ രാജത്വം സാർവത്രികമായി പ്രഖ്യാപിക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പീലാത്തോസ് കുരിശിൻ്റെ മുകളിൽ ഒരു ഭാഷയിൽ, വേണമെങ്കിൽ ഹെബ്രായ ഭാഷയിൽ, യൂതന്മാർ സംസാരിച്ചു കൊണ്ടിരുന്ന ഹെബ്രായ ഭാഷയിൽ വേണമെങ്കിൽ എഴുതി വെക്കാമായിരുന്നല്ലോ. പഴയ നിയമഗ്രന്ഥങ്ങളിലെ മിക്കവാറും എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക. ഹെബ്രായ ഭാഷയിലാണ് പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമഗ്രന്ഥങ്ങളിൽ മിക്കവാറും എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയായി റോമയിൽ സ്ഥാപിക്കപ്പെട്ട ഈ സഭ എന്ന നിലയിൽ, റോമ കേന്ദ്രമായി സ്ഥാപിതമായിരിക്കുന്ന സഭ എന്ന നിലയിൽ ലത്തീൻ ഭാഷയും ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്രകാരം കർത്താവിൻ്റെ രാജത്വം സാർവത്രികമായി എല്ലായിടങ്ങളിലും എന്ന വണ്ണം പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ ഒരു സൂചനയായി ഈ 3 ഭാഷകളിലുള്ള ശീർഷകത്തിലെ എഴുത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ലത്തീൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും അന്നത്തെ പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും പുരാതന ഭാഷകളായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഭാഷകളാണ്. ഹെബ്രായ ഭാഷ ഇസ്രായേലിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഭാഷയായും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദരുടെയും വിജാതിയരുടെയും ഭാഷകളിൽ സാർവത്രികമായി മിശിഹായുടെ രാജത്വം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും യഹൂദ പുരോഹിതന്മാർ ഇതിനു തടസ്സം പറഞ്ഞു എങ്കിലും പീലാത്തോസ് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം പീലാത്തോസിന് അറിയാം, താൻ പാപമില്ലാത്ത നീതിമാനായ നിഷ്കളങ്കനായ യേശുക്രിസ്തുവിനെയാണ് ക്രൂശിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അവന് നിഷ്കളങ്കത ബോധ്യപ്പെട്ടിട്ടും സീസറുമായുള്ള അവൻ്റെ ബന്ധം നിലനിർത്താനുള്ള ആഗ്രഹത്തോടുകൂടെ പുരോഹിത പ്രമുഖന്മാർ അവനെതിരെ ആക്രോശിച്ചപ്പോൾ അവൻ വശംവദനായി തീർന്നു. നീതിമാനായ കർത്താവിനെ നീതിരഹിതമായി, അനീതിപൂർവകമായി വധശിക്ഷയ്ക്കായി വിട്ടുകൊടുത്തു പീലാത്തോസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ഓർത്തിരിക്കുക, യൂതന്മാരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറയുന്നുണ്ട്, യൂതരുടെ രാജാവെന്നല്ല, മറിച്ച് യൂതന്മാരുടെ രാജാവ് ഞാനാണെന്നവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്, അവൻ അവകാശപ്പെട്ടു എന്നാണ് എഴുതേണ്ടത്. ഇതാണ് പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞത്. എത്രമാത്രം തീവ്രമായ ആരോപണമാണ്, ദൈവദൂഷണ കുറ്റമാണ് അവർ കർത്താവിൽ ആരോപിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അവൻ ഇങ്ങനെ അവകാശപ്പെട്ടു എന്ന് വേണം എഴുതാൻ. എത്രമാത്രം കുടിലതയും വക്രതയുമുള്ള ആളുകൾക്കാണ് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയല്ലേ. എന്നാൽ പീലാത്തോസ് കർത്താവിൻ്റെ നിഷ്കളങ്കതയും
നീതിയും സത്യസന്ധതയും മനസ്സിലാക്കിയിട്ട് അവൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് യൂതന്മാരുടെ രാജാവ് എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല, അവൻ അവകാശപ്പെട്ടു എന്നല്ല, അവൻ യൂതന്മാരുടെ രാജാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് എഴുതിയതും, അതിനുശേഷം പുരോഹിത പ്രമുഖന്മാർ അവനെ ഭീഷണിപ്പെടുത്തിയപ്പോഴും ചോദ്യം ചെയ്തപ്പോഴും ഞാൻ എഴുതിയത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് വിധി പ്രസ്താവിച്ചതും. എന്തുകൊണ്ടാണ് പീലാത്തോസ് ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളൊന്നും ബൈബിളിൽ, സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. കാരണം കർത്താവ് നീതിമാനായിരുന്നു എന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആക്രോശത്തിനും അധിക്ഷേപത്തിനും വശംവദനായി സീസറുമായുള്ള ബന്ധം നിലനിർത്താൻ ആഗ്രഹിച്ച് കർത്താവിനെ വധിക്കാൻ വിട്ടുകൊടുത്തവൻ, സ്റ്റാൻഡ് മാറ്റിയവനാണ്. എന്നാൽ ഇവിടെ അവൻ എഴുതിയ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എഴുതിയ കാര്യം എഴുതിയത് തന്നെ, മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതാണ് സത്യമെന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ആ മനുഷ്യൻ്റെ തിരിച്ചറിവാകാം. എന്തുമാകട്ടെ, സുവിശേഷകൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് വ്യക്തമായ ഒരു അർത്ഥം സുവിശേഷകൻ നൽകുന്നുണ്ട്, യോഹന്നാൻ നൽകുന്നുണ്ട്. തൻ്റെ സ്വന്തം ജനം ഈശോയുടെ രാജത്വത്തെ നിഷേധിക്കുമ്പോൾ വിജാതീയനായ പീലാത്തോസ് ഈശോയുടെ രാജത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആകണം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ എപ്രകാരമാണോ കർത്താവിനെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായി വന്നവനായി പരിഗണിക്കപ്പെടുന്നത്, ഈശോയുടെ രാജ്യം എന്ന് വച്ചാൽ അത് സത്യത്തിൽ ഊന്നൽ ലഭിക്കുന്ന രാജ്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ നൽകുന്നുണ്ട് എന്നുള്ളതും കൂട്ടിച്ചേർത്തുകൊണ്ട് സമീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാകണം യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ഈശോയുടെ രാജത്വം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. സത്യം എന്ന് വച്ചാൽ വചനമാണ് എന്ന് യോഹന്നാൻ 17-ന്റെ-17 നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത്. കുരിശിൽ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതും അപ്രകാരമുള്ള ഒരു വചനഭാഗമല്ലേ. അതുകൊണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റൊന്നല്ലല്ലോ. താൻ മരിക്കുമ്പോൾ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കും. കുരിശിൽ മഹത്വീകരണം സംഭവിച്ചവനാണ് കർത്താവ് എന്നുള്ളതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രപരമായ നിരീക്ഷണം എന്ന് പറയുക. കാൽവരി കുരിശിലേക്ക് അവൻ ഉയർത്തപ്പെട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ കാൽവരി കുരിശിൽ അവന് ക്രൂശീകരിച്ചപ്പോൾ തന്നെയും അവൻ്റെ മഹത്വീകരണം സംഭവിച്ചു. ജീസസ് ഈസ് ഗ്ലോറിഫൈഡ് ഓൺ ദ ക്രോസ് എന്നതാണ് യോഹന്നാൻ്റെ ദൈവശാസ്ത്രം, തിയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ മഹത്വീകരണം കുരിശിൽ സംഭവിക്കുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ സമാന്തര സുവിശേഷകന്മാർ, പ്രധാനമായും ലൂക്ക, കർത്താവിൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് പറയുന്നത് അവൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതും, 2 തരം സുവിശേഷ വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ലൈനുകൾ നമുക്കിവിടെ പരിചയപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഒരേ യാഥാർത്ഥ്യത്തെ 2 ആംഗിളുകളിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടിയുള്ള ശ്രമമാണ് സമാന്തര സുവിശേഷകന്മാരും എന്നാൽ യോഹന്നാൻ എന്നുള്ള 4-ാം സുവിശേഷകനും നടത്തുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് തന്നെയും ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കർത്താവ് എപ്രകാരമാണ് തൻ്റെ ജീവിതത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതിലൂടെ കുരിശിൽ ഒരു ശീർഷകമായി തൻ്റെ തന്നെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അവൻ കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പീലാത്തോസ് എഴുതി വെച്ച ഈശോ യൂതന്മാരുടെ രാജാവ് എന്ന തലവാചകം.
പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മുടെ കല്ലറയിൽ എഴുതി വെക്കേണ്ട വാക്യം എന്താണ്? അതിനനുസൃതമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അതായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയും ജീവിതം ഒരു മാതൃകയായി മറ്റുള്ളവരുടെ മുൻപിൽ വയ്ക്കാൻ കർത്താവിന് സാധിച്ചു എന്നുള്ളതാണ് ആദ്യ രംഗം വെളിപ്പെടുത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ആദ്യത്തെ രംഗം എന്നുള്ളത് കുരിശിന് മുകളിൽ വെക്കുന്ന ശീർഷകവുമായി ബന്ധപ്പെട്ടുള്ള സംവാദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയും കർത്താവ് യൂതന്മാരുടെ മുഴുവൻ രാജാവാണ് എന്നുള്ള സാർവത്രികമായ പ്രഖ്യാപനം പീലാത്തോസ് ശീർഷകമെഴുതി കുരിശിൽ വെച്ചതോടുകൂടെ വെളിപ്പെടുത്തുകയാണ്. നമുക്കും രാജാവായ കർത്താവിൻ്റെ രാജത്വത്തിൽ ഭാഗവാക്കുകളാവുകയും അവൻ്റെ മക്കളായി ജീവിക്കാമെന്നുള്ള ദൃഢപ്രതിജ്ഞ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുകയും ചെയ്യട്ടെ. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.